പുരുഷന്മാരെ, സ്ത്രീകളെ, പോലീസുകാർ, 7 റിട്ടയേർഡ് വ്യക്തിത്വങ്ങളെ നമ്മൾ ഇവിടെ നിന്ന് ആദരിക്കാൻ പോവുകയാണ്. ആദരിക്കപ്പെടാൻ മാത്രം എന്നാ യോഗ്യതയാണ് ഈ സപ്ത സ്ത്രീകൾക്ക് എന്ന് ചിലർക്ക് സംശയം തോന്നാം. നാണപ്പ ചേട്ടോ, ചേട്ടന് സംശയമില്ലേ? ഇല്ല. ഈ പൂജനീയ സ്ത്രീത്വങ്ങൾ ജീവിക്കാൻ വേണ്ടി അഴിമതി കാണിച്ചിട്ടില്ല, മതപരിവർത്തനം നടത്തിയിട്ടില്ല, പള്ളി പൊളിച്ചിട്ടില്ല, പർദ്ദയിട്ടിട്ടില്ല. പകലും രാത്രിയും ഒളിച്ചു വന്നവന്റെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ സ്വീകരിച്ച് സ്വയം സൽക്കരിച്ച യഥാർത്ഥ സോഷ്യലിസ്റ്റുകളാണിവർ. പിള്ളേച്ചോ, കിട്ടിയോ? മീന ബേക്കറിയിലെ ചേട്ടന്റെ ശ്രദ്ധയ്ക്ക് ഒരു സോഡാ നാരങ്ങ, ഇച്ചിരി മധുരം കുറച്ച്. പ്രായാധിക്യം മൂലം പഴയ പോലെ പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഈ മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിൽ എന്നേലും തെറ്റുണ്ടോ? ആദ്യമായി പൊന്നാടി അണിയിക്കുന്നത് സീനിയറും സർവോപരി കർമ്മകുശലിയുമായ നമ്മുടെ കുമരകം നളിനി ചേച്ചിയാണ്. ഈ നളിനി ചേച്ചിയെ ആദ്യം കാണുന്നേ ഓർമ്മ കേട്ടോ. അന്ന് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞ് ആ ഡ്രൈവിംഗ് സ്കൂളിൽ എന്നെ ചേർക്കാൻ തിരക്കിട്ട പാർട്ടിയാ. കാണിക്കാം, വാ ഒന്ന് ആദരിക്കട്ടെ. അവർ കന്നേ എല്ലാവരും മേടിച്ചേ. ചേച്ചി വന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അതൊന്നും വേണ്ട കുട്ടിയപ്പ. പണ്ട് തുണി ഉരിയാൻ വിളിച്ചപ്പോ വന്നു, ഇപ്പൊ തുണി ഇടാൻ വിളിച്ചപ്പോഴും വന്നു. വേറെ നിവൃത്തിയില്ലല്ലോ. ഇനി തുണി പുതപ്പിക്കാൻ വന്നോളാം. കുട്ടിയപ്പോ എന്നാ ഇപ്പോ ഒരു പരിപാടി കഴിഞ്ഞതിന്റെ സുഖമുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞു. നിന്നെ പോലുള്ളവന്മാരുടെ തരവഴിക്ക് കടന്നു കൊടുത്ത് ചണ്ടിയായി പോയവരെ ഇടയ്ക്ക് വിളിച്ചിങ്ങനെ കുറച്ച് കാശ് കൊടുക്കുന്ന നല്ലതാ. എവിടാന്ന് വെച്ചാ വരാം. പിന്നെ ഈ തുണി വേണ്ട, താറ് പാച്ചാൻ പോലും കൊള്ളത്തില്ലടാ. ഗതികേട് കൊണ്ടാടാ മോനെ ഞങ്ങൾ ഈ പണിക്കിറങ്ങി. ഇപ്പോഴും ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ ചതിച്ചും പെടുത്തിയും നീ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിൽ ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരുത്തിയുടെ ജീവൻ രക്ഷിക്കാൻ എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാ ആണുങ്ങളും നിന്നെ പോലാടാ. ഒന്ന് പോയാ തീരും നിന്റെയൊക്കെ വീറും വാശിയൊക്കെ. അതെ, വണ്ടി സെറ്റാറ് കാശ് കൊടുത്തേക്ക്. ഓ, ഞാനാ മാലാക. ചത്തുപോയ കുഞ്ഞമ്മയാന്നേ. ആഹാ, വേഷം കണ്ടപ്പോ ഞാൻ കരുതി ഏതോ മാർഗങ്ങൾക്കാർ വഴിതെറ്റി വന്നാണ്. എവിടെ കിട്ടി കോസ്റ്റ്യൂം? ഇങ്ങനല്ല ഇവിടുന്ന് പോയത്. ഞാൻ ജീവിച്ചിരുന്നപ്പോ എല്ലാവർക്കും സുഖമല്ലേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ അങ്ങ് മാലാക ആയിക്കോടീന്ന്. ഈ ദൈവത്തിന്റെ ഒരു ഇതേ. നീ എന്നതാടാ ഈ അപ്പന്റെ ഗൗണും ഒക്കെ ഇട്ടിട്ട്? അതെ, ഞാൻ എന്റെ സ്വന്തം കേസ് കേട്ടോണ്ടിരിക്കുക.
ഒരെണ്ണം വിടുന്നോ? വേണ്ട മോനെ, പോണ വഴിക്കൊക്കെ ഭയങ്കര ചെക്കിങ്ങാ. ആ റിസ്കാ. ജാമ്യം എടുക്കാൻ വേറെ മാലാകമാരെയും കിട്ടുകയില്ല. ആ അതുള്ളതാ മോനെ. ചെങ്ങള ഓമന നിന്നോട് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നേ. അവക്ക് ഒറ്റ കൊച്ചായിരുന്നേ. പരുന്നുംകാലെ പോകാതെ വളർത്തിക്കൊണ്ട് വന്നതായിനെ. ആ കെട്ടിക്കൊണ്ട് പോയവൻ അവളെ ബോംബെ കൊണ്ട് അങ്ങ് വിറ്റു. അതിന്റെ ദണ്ണത്തിലാ അവളത് പറഞ്ഞ്. എന്റെ മോൻ അവളോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. അല്ലേലും നിങ്ങൾ ആണുങ്ങൾക്ക് ശിക്ഷിക്കാനേ അറിയത്തുള്ളൂ, രക്ഷിക്കാൻ അറിയത്തില്ല എന്ന് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പാവം, അങ്ങേരെ ശിക്ഷിക്കുമല്ലായിരുന്നോ? എന്നാ ഞാൻ പോട്ടെ, ഇത് പറയാൻ വന്നതാ. ഓവർ സ്പീഡ് വേണ്ട. ഇലക്ട്രിക് കമ്പി, മൊബൈൽ ടവർ ഒക്കെ ഉള്ളതാ. സൂക്ഷിച്ചു പോ. ഓ ശരി, എന്നാ ബൈ. ആ ബൈ. അപ്പനമ്മയും കാണുവാണേലേ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണ്ട. ആ ആയിക്കോട്ടെ. ആ ആ നീ ഒരു കാര്യം ചെയ്, അതിന്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പിൽ ഇട്ടേരും. ഒരു ക്ലോസപ്പും ഒരു ഫുള്ളും. അപ്പൊ ശരി, വിളിക്കാടാ. എവിടെയാ? എന്നാ സാറന്ന് പറഞ്ഞ ആ നെറ്റിപ്പട്ടം പോലത്തെ ബോഡി. ആ മോർച്ചറിയിലോ? അല്ലെന്നേ, ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഒരു പന്ന ഡോക്ടറുണ്ട്. അയാളുടെ കൈ കൂടെ പോയതാ. കേട്ടിട്ട് സാറ് തിരക്കുന്ന പ്രായത്തിലുള്ളതാ. റീസിച്ചർ തുടങ്ങിക്കോ, ഞാൻ റൂമിൽ കാണും. ശരി സാർ.